അസ്സലാമു അലൈക്കും. മുഖങ്ങന്മാർ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇക്കാക്കാരും കുറച്ച് സംശയം ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ 28 കൊല്ലമായി കവർ തുടങ്ങിയിട്ട് 2-3 മൈൽ വേറെയുണ്ട്. അപ്പോൾ ഞാൻ മീൻ കച്ചവടക്കാരനാണ്, ഇതിലേശം മീൻ കച്ചവടത്തിന് പോകുന്ന ആളാണ്. പിന്നെ കടക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ കടത്തം, ഏത് സൈഡിലാണ് കടത്തം, പിന്നെ തല എങ്ങനെ വെക്കുക, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനോട് 2-3 സംശയം ചോദിച്ചാണ്. അപ്പോൾ ഇത് കണ്ടോളൂ, ഇതാണ് നമ്മുടെ വീട്. ലാസ്റ്റ് കിടക്കേണ്ട വീടാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, മയ്യത്ത് പിന്നെ വരുത്തിയിട്ട് ഇറങ്ങാൻ പാടില്ല, ഫിറ്റാക്കാൻ പാടില്ല. ലേസം വിശാലമായിട്ട് തന്നെ കിടക്കണം മയ്യത്ത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ കടത്തം കാണിച്ചു തരാം. മയ്യത്ത് ഇങ്ങനെ മേടിച്ച് ഇങ്ങനത്തെ ഇറക്കിയിട്ട് മയ്യത്ത് കിടക്കുക. ഇതാ ഇവിടെ തലക്കാണി വെച്ചിട്ടുണ്ട്. ഈ ഹൈറ്റ് വേണം തലക്കാണി. ഈ ഹൈറ്റ് ഇല്ല വെച്ചാൽ പിന്നെ ഷോൾഡർ കുത്തിയിട്ട് നമ്മൾ കിടക്കുക. ഷോൾഡർ ഇവിടെ കുത്തണം, ഇന്നലെ കവിളിത് മുട്ടുള്ളൂ. ഇപ്പോൾ മനസ്സിലായോ? കടത്തം കാണിച്ചു തരാം. ഷോൾഡർ ഇങ്ങനെ കുത്തണം, ഇതല്ലേ? ഇങ്ങനെ കിടക്കണം മയ്യത്ത്. ഇതാ ഇങ്ങനെ കിബിലക്ക് നേരെ, അല്ല നേരെ ഇങ്ങനെ ആകാനും പാടില്ല, ഇങ്ങനെ ആകാനും പാടില്ല. മനസ്സിലായോ? ഇതാ കടത്തം. ഇങ്ങനെ നമ്മുടെ കടത്തം. പിന്നെ വലത്തെ കൈ നമ്മുടെ അടി പോവും. ആ വലത്തെ കൈമേലെ നമ്മുടെ കടത്തം. ഇതാ ഇങ്ങനെ കിടക്കട്ടോ. പിന്നെ ചിലർ മയ്യത്ത് കാല് ഇങ്ങനെ തിരിച്ച് കിടത്ത്, ഇതാ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ കിബില പോവും. കിബില പോകാൻ പാടില്ല. അതിന് നമ്മൾ റെഡി ആയിട്ട് ഈ മയ്യത്ത് ഇറക്കുന്നവർ നല്ലോണം ശ്രദ്ധിക്കുക. ഇതാ ഇങ്ങനെ കിടക്കുക. നല്ലോണം കിബിലക്ക് നേരെ ഫുള്ള് ചെരിയണം, ഒരു പുറം മാത്രം ചെരിയരുത്. ഇതാണ് നമ്മുടെ കിടത്തട്ടോ. ഇതാ ഇങ്ങനെ നേരെ ഇങ്ങനെ കിടക്കുക. കിബില മാറാൻ പാടില്ല. ക്യാംനാൾ വരെ നമ്മുടെ വീട്ടിൽ കിടക്കേണ്ടതാണ്. കിബില ഒരിക്കലും മാറരുത് കേട്ടോ. അസ്സലാമു അലൈക്കും.